അതായത് ഇപ്പം സംസാരിക്കണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗുണദോഷിക്കാം. അപ്പം സംസാരിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് വേറെ മോളുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് ഇത്തിരി മനസ്സിലാവും കേട്ടാ. ഇൻഷാല്ലാ ഇപ്പം ഒന്നും വേണ്ട, അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അവിടുന്ന് കൂളാക്കണം. അപ്പോൾ സംസാരിച്ചാൽ മതി. സത്യം കിട്ടാതെ നീ സുഖമാണ്, നീയും ഓഫ് മാഷാ അല്ലാ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കേട്ട ശബ്ദ സന്ദേശം ഒരുപക്ഷെ ഇത് ആരുടേതാണെന്ന് മലയാളികൾക്ക് സുപരിചിതമാവും. ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം നടത്തിയെന്നാരോപിച്ച് മോഡലും നടനുമായ ഷിയാസ് കരീമിനെതിരെ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ചില ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഓഡിയോ സന്ദേശങ്ങളാണ് ഈ കേട്ടത്. അന്ന് ഈ ഒരു വലിയ ഗുരുതര ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴും വോയിസ് ക്ലിപ്പുകളടക്കം തെളിവ് സഹിതമാണ് പുറത്തു വന്നത്. കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കോഴിക്കോട് കോടതിയിലാണ് ഇത് കേസ് പരിഗണിക്കുന്നത്. 65 ലക്ഷത്തോളം രൂപ പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് വിവാഹ വാഗ്ദാനം അടക്കം നൽകി തൻ്റെ പക്കൽ നിന്ന് തട്ടിയെടുത്തുവെന്നും തിരികെ ചോദിച്ചപ്പോൾ നഗ്നദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു യുവതി രംഗത്ത് വരുന്നത്. ഷിയാസ് കരീമിനെതിരെ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ സഹിതമാണ് അന്ന് യുവതി പരാതി നൽകിയത്. എന്നാൽ പിന്നീട് ഷിയാസ് കരീം തന്നെ അതൊക്കെ തന്നെ വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധികം അതിനെ തള്ളിക്കൊണ്ടും രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുറത്ത് ഇനി കേട്ടിട്ടുള്ള ഈ വോയിസ് ക്ലിപ്പുകളെല്ലാം തന്നെ ആ കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഷിയാസ് കരീം വിവാഹ വാഗ്ദാനം നൽകുന്നതിൻ്റെയും ഒപ്പം തന്നെ ആ ഒരു യുവതി 60 വയസ്സോളം പ്രായമുണ്ടെന്നായിരുന്നു ഷിയാസ് കരീം പറഞ്ഞിരുന്നത്. എന്നാൽ 60 വയസ്സല്ല, അവർക്ക് ഒരു മകളുണ്ട്, വളരെ പ്രായമുള്ളൊരു മകളുണ്ട്. ആ മകളെ കൂടി താൻ പൊന്നുപോലെ നോക്കാം, അതായത് അമ്മയെയും മകളെയും താൻ ഒരുമിച്ച് പൊന്നുപോലെ നോക്കാം. പൊന്നുപോലെ എന്ന് പറയുമ്പോൾ വളരെ പൊന്നുപോലെ നോക്കാമെന്ന് ഷിയാസ് കരീം ആവർത്തിച്ച് പറയുന്ന ഓഡിയോ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് കേട്ടു നോക്കാം. അതായത് ഇപ്പം സംസാരിക്കണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗുണദോഷിക്കാം. അപ്പോൾ സംസാരിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് വേറെ മോളുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് ഇത്തിരി മനസ്സിലാവും കേട്ടാ. ഇൻഷാല്ലാ ഇപ്പം ഒന്നും വേണ്ട, അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അവിടുന്ന് കൂളാക്കണം. അപ്പോൾ സംസാരിച്ചാൽ മതി. സത്യം കിട്ടാതെ നീ സുഖമാണ്, നീയും ഓഫ് മാഷാ അല്ലാ. എനിക്ക് പൊളിക്കായിരുന്നു, അത് മിസ്സായി പോയി. പണ്ടാരം അച്ഛനും പൊന്നുപോലെ നോക്കാം, നിന്നെ നോക്കാം, അത് മതിയില്ലേ ജീവിതത്തിൽ. പൊന്നുപോലെ നോക്കാറുന്നു എന്നെ. അത് കോഴിക്കോട്ടിലല്ല, അങ്ങനെയാവും. അങ്ങനെയാന്ന് പറഞ്ഞാൽ അതൊരു ഇതല്ലേ, ഒരു ഇഷ്ടമല്ലേ, അത്ര തന്നെ. ശരി എന്നാ, അപ്പം ആയിക്കോട്ടെ. ഫ്രീ ആകുമ്പോൾ പറയാം, ഞാൻ വിളിക്കാം. പറഞ്ഞൊന്നില്ലോ പേര് പറയും. എനിക്കുള്ള ബന്ധമൊന്നും കൊച്ചിയിൽ ഈ പറഞ്ഞ അറ്റൂനും മറ്റേ അറാമ്പറന്നൊന്നുമില്ലോ. ഞാൻ മറ്റേ അറാമ്പറപ്പിൻ്റെ കൂടാണ്. കൊച്ചി കിടന്ന് കാണിക്കാത്ത അറാമ്പറപ്പൊന്നുമില്ല. ഞാൻ ഒതുങ്ങിയേക്കണേ ഫേമസ് ആയവനെ. തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറയുമ്പോഴാണ് അത് സത്യമാണെന്ന് ആവർത്തിക്കുന്ന ഈ ഒരു വോയിസ് ക്ലിപ്പുകൾ. ഇത് ഷിയാസ് കരീമിൻ്റെ വോയിസ് സന്ദേശം തന്നെയാണ്. അതിലാണ് പറയുന്നത് തന്നെയും അതുപോലെ തന്നെ തൻ്റെ മകളെയും നമുക്ക് അവളെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പൊന്നുപോലെ തന്നെ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം തരുന്ന ഷിയാസ് കരീമിൻ്റെ ഈ ഒരു ഓഡിയോ സന്ദേശം. നമുക്കറിയാതെ ചില വാക്കുകൾ പറയാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ വോയിസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കത് മനസ്സിലാകുന്നതാണ്. പക്ഷേ അന്ന് ആദ്യമായിട്ട് ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇതിനെല്ലാം തന്നെ തള്ളുകയാണ് ഷിയാസ് കരീം ചെയ്തത്. ഇതൊക്കെ തന്നെ വ്യാജമാണെന്നും തൻ്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ് ഈ സന്ദേശങ്ങളെല്ലാം എന്നാണ് ഷിയാസ് കരീം പറഞ്ഞിരുന്നത്. ഈ പറയുന്ന വോയിസ് ക്ലിപ്പുകൾ ആർക്കാണ് അയച്ചിരിക്കുന്നത്? ആ യുവതിക്കെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കുടുംബവുമായി വളരെ അടുത്ത് നിൽക്കുന്ന യുവതിയാണ്. ഉമ്മയുടെയും സഹോദരിയുടെയും പക്കൽ നിന്നും അവർ വാങ്ങിയ പണവും സ്വർണവും തിരികെ ചോദിച്ചപ്പോഴുള്ള വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു വ്യാജ പരാതി നൽകിയതെന്നായിരുന്നു ഷിയാസ് കരീം അന്ന് പറഞ്ഞിരുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അവർക്ക് 60 വയസ്സോളം പ്രായമുണ്ട്. 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട സാഹചര്യം തനിക്കില്ലെന്നായിരുന്നു
ഷിയാസ് അന്ന് വ്യക്തമാക്കിയത്. അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമാകാറായി. എനിക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ മാന്യമായാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോൾ സ്ത്രീകളുമായി ഇടപഴകാൻ തന്നെ ചെറിയൊരു പേടിയാണ്. കാരണം മുമ്പേ എനിക്കെതിരെ ഒരു ആരോപണവും കള്ളക്കേസുമെല്ലാം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാലുവാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ മാറ്റമുണ്ടാവില്ല. അത്രയും ധൈര്യം എനിക്കുണ്ട്. മാത്രമല്ല എൻ്റെ കുടുംബവും എന്നെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും കൂടെയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഫൈറ്റ് ചെയ്യും എന്നാണ് ഷിയാസ് കരീം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതെല്ലാം തന്നെ പച്ചക്കള്ളമാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു വോയിസ് സന്ദേശത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ കൊച്ചിയിൽ കിടന്ന് ഞാൻ കാണിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കിടന്ന് എല്ലാ താന്തൂന്നിത്തരവും താൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് ഷിയാസ് കരീം ഈ യുവതിക്ക് അയച്ചിട്ടുള്ള ഓഡിയോ സന്ദേശത്തിൽ പറയുന്നതും നമുക്ക് വ്യക്തമായി തന്നെ കേൾക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല എന്തൊരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ കൊടുക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് അമ്മയും മകളെയും ഒരുമിച്ച് വേണം എന്ന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. യുവതിയോട് ഷിയാസ് പണം ആവശ്യപ്പെടുന്നതിൻ്റെയും ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ശബ്ദ സന്ദേശമായിരുന്നു ആദ്യം പുറത്തു വന്നത്. നീ ആരാണെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ നീ ചുമ്മാ കിടന്ന് കൊഞ്ചല്ലേ, മോന്തക്കിട്ട് അടിക്കും, ജിം എന്തായാലും ഞാൻ സെറ്റാക്കും, നിന്റെ അടുത്ത് നിന്ന് 20 ലക്ഷം വാങ്ങിയത് തീർക്കണമെന്നാണ് മനസ്സ് പറയുന്നത്, അത് തീർക്കും, എന്നും തനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സ്റ്റാറ്റസ് ഇടരുതെന്നും ഷിയാസ് പറയുന്നുണ്ട്. നിന്റെ ഈ സ്റ്റാറ്റസ് ഇടൽ ഒന്ന് കുറച്ചോ, എൻ്റെ ഫോട്ടോ അധികമൊന്നും ഇടണ്ട, നമുക്ക് ചിലപ്പോൾ പണി കിട്ടും എന്നാണ് മറ്റൊരു സന്ദേശത്തിൽ പറയുന്നത്. അതായത് 60 വയസ്സുള്ള സ്ത്രീയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയായിട്ട് എങ്ങനെയാണ് ഇത്രയും സൗഹൃദം ഉണ്ടായിരിക്കുന്നത് എന്നും സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ മാത്രമുള്ള ഫോട്ടോസ് ഇവർ ഒരുപക്ഷെ സൗഹൃദത്തിൻ്റെ പുറത്ത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഭർത്താവിന് പൂർണ്ണ പിന്തുണയുമായിട്ടായിരുന്നു ഷിയാസ് കരീമിൻ്റെ ഭാര്യ രംഗത്ത് വന്നത്. 60 വയസ്സുള്ള ഒരു സ്ത്രീ നൽകിയ പരാതിക്ക് പിന്നാലെ ഷിയാസിൻ്റെ എന്ന പേരിൽ പ്രചരിച്ച ശബ്ദ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്നും തങ്ങളുടെ കൈവശം എല്ലാ തെളിവുകളും ഉണ്ടെന്നായിരുന്നു അന്ന് ഷിയാസിൻ്റെ ഭാര്യ പ്രതികരിച്ചിരുന്നത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും കമൻറ്റുകളിലൂടെയുമായിരുന്നു ഭാര്യയുടെ പ്രതികരണം അറിയിച്ചത്. ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ രൂക്ഷമായ ഭാഷയിൽ അന്ന് ഷിയാസിന്റെ ഭാര്യ പ്രതികരിച്ചുകൊണ്ട് തന്റെ ഭർത്താവിന് പൂർണ്ണ പിന്തുണ നൽകി രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ്. തീർച്ചയായിട്ടും ഈ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ പറയുന്ന ഷിയാസ് കരീം പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ വോയിസ് സന്ദേശങ്ങളൊക്കെ തന്നെ കോടതിയുടെ പരിഗണനയിൽ വരും. അതിനുശേഷം കോടതി തീരുമാനിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത്. ഇതെല്ലാം വോയിസ് സന്ദേശം ഒന്നും കൂടി നമുക്ക് കേൾക്കാം. അതായത് ഇപ്പൊ സംസാരിക്കണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗുണദോഷിക്കാം. അപ്പൊ സംസാരിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് വേറെ മോളുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് ഇത്തിരി മനസ്സിലാവും കേട്ടാ. ഇൻഷാല്ലാ ഇപ്പൊ ഒന്നും വേണ്ട, അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അവിടുന്ന് കൂളാക്കണം. അപ്പൊ സംസാരിച്ചാൽ മതി. സത്യം കിട്ടാതെ നീ സുഖം, നീയും ഓഫ് മാഷാ അല്ലാ. എനിക്ക് പൊളിക്കായിരുന്നു, അത് മിസ്സായി പോയി. പണ്ടാരം അച്ഛനും പൊന്നു പോലെ നോക്കാം, നിന്നെ നോക്കാം, അത് മതിയില്ലേ ജീവിതത്തിൽ. പൊന്നു പോലെ നോക്കാറുന്നു എന്നെ. അത് കോഴിക്കോട്ടിലല്ല, അങ്ങനെ എന്ന് പറഞ്ഞാൽ അതൊരു ഇതല്ലേ, ഒരു ഇഷ്ടമല്ലേ, അത്ര തന്നെ. ശരി എന്നാ അപ്പം ആയിക്കോട്ടെ, ഫ്രീ ആകുമ്പോൾ പറയാം, ഞാൻ വിളിക്കാം. പറഞ്ഞൊന്നില്ലോ പേര് പറയും. എനിക്കുള്ള ബന്ധമൊന്നും കൊച്ചിയിൽ ഈ പറഞ്ഞ അച്ഛനും മറ്റേ അറാമ്പറന്നൊന്നുമില്ലോ. ഞാൻ മറ്റേ അറാമ്പറപ്പിൻ്റെ കൂടാണ്. കൊച്ചി കിടന്ന് കാണിക്കാത്ത അറാമ്പറപ്പൊന്നുമില്ല. ഞാൻ ഒതുങ്ങിയേക്കണേ ഫേമസ് ആയവനെ.